ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഇന്നൊരു യാത്ര പുറപ്പെടാനിരിക്കുകയാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണേ. ഞങ്ങൾ സിക്കിം വരെ പോകണമെന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനുള്ളത് ആലങ്കോലം തയ്യാറെടുപ്പുകൾ കേട്ടോ. ഇതൊക്കെ കാണുന്നത് കണ്ടോ. എല്ലാവരും ഞങ്ങൾ യാത്ര അയക്കാൻ വന്നേക്കാണ്. സ്റ്റാർട്ടിങ് കേട്ടോ. ഇവർക്കൊക്കെ വിഷമമുണ്ട് ഞങ്ങൾ പോണേ. ഇവർ വരുന്നില്ല, ഇവർക്കൊക്കെ പരീക്ഷയാണ്. അതുകൊണ്ട് മൂത്താളും കുട്ടികളും ഹസ്ബൻഡും വരുന്നില്ല. ഇളയ മോളും ഹസ്ബൻഡും ഞങ്ങളുമാണ് പോകുന്നത്. അവരെ ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ടാണ് പിക്ക് ചെയ്യാൻ. ഇപ്പം മാനന്തവാടിയിൽ നിന്ന് ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ, ഞാനും മോനും വൈഫും. ഞങ്ങളങ്ങനെ മാനന്തവാടി ആട്ടോ നമ്മളെ സ്ഥലം. മാനന്തവാടിയിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓടിപ്പിടിച്ചൊന്നും പോകുന്നില്ല, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ഫുഡൊക്കെ വഴിക്കുന്നുണ്ടാക്കും, അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ രാത്രിയിൽ യാത്രയില്ല, അങ്ങനത്തെ സെറ്റായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 7 പേരുണ്ട് കേട്ടോ. 5 പേരേ ഉള്ളൂ. 5 പേര്. 5 എങ്ങനെയാ? 5 പേര്. ഡഗ്ലു 3 6 പേരുണ്ട്. ഡഗ്ലു ഇല്ലേ? ഡഗ്ലുണ്ട്. 6 പേരുണ്ട് കേട്ടോ. ഓക്കെ. സൈഡിലുള്ള കടയൊക്കെ കണ്ടോ. അവിടെ ഞങ്ങൾ ചായ കുടിക്കാനുണ്ട്, അതാണ് എടുത്തത്. മാനന്തവാടി വിട്ടിട്ട് നമ്മള് ഇന്ന് ഞങ്ങള് മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് മോളെ കൂട്ടണം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റേ ആണ്. അത് കഴിഞ്ഞിട്ട് നാളെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാളാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അതായത് ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടും. ഓക്കെ, കാലത്തിട്ട് എടുക്കാം. എന്ത് രസം അത് കുടിക്കാന്നറിയോ. ഞങ്ങൾ കാട്ടിക്കുളം എത്തിയാട്ടെ. ഇവിടെ നിന്ന് എണ്ണ അടിച്ചിട്ടാണ് ഞങ്ങൾ ബാവലി വഴിയാ പോകുന്നത്. അതാണ് മാനന്തവാടിയിൽ നിന്ന് എണ്ണ അടിക്കുന്നത്. ഏത് വഴി പോകണമെന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാവലി വഴി ബാംഗ്ലൂർക്ക് പോകും. 300 ലച്ചു. ഫുൾ ടാങ്ക് അടിച്ചിട്ടോ എണ്ണ. കാട്ടിക്കുളത്തുനിന്ന് 3300 രൂപക്ക് എണ്ണ അടിച്ചു. ഓക്കെ, 2 വഴിയുണ്ട് കേട്ടോ. അതിലേ പോയ കുട്ട വഴി, ഇത് ബാവലി വഴി. അതെ, ഇതിപ്പോ കാട് തുടങ്ങുവാണ് കേട്ടോ. ഇത് ബാവലി റോഡാണ്, കാട്. അതെ, ബാവലി കേരള അതിർത്തി കഴിയുമ്പോൾ തുടങ്ങും കാട്. അതെ, തിരിച്ചായിട്ട് റൈറ്റിലോട്ട് പോയാൽ കുറുവാദ്വീപ് ആട്ടോ. കുറുവാദ്വീപ് അതൊന്ന് തള്ളിക്കൊടുക്കും. ലെഫ്റ്റിലോട്ട് പോയാൽ നമ്മളെ ബാവലി. ഇതാണ് കർണാടക റോഡ്. ഇതാണ് ഇപ്പൊ നമ്മള് കാട്ടിലോട്ട് കിടക്കട്ടോ. കേരള അതിർത്തിയാണ് കേട്ടോ ഇത്. കേരള അതിർത്തി ബാവലി. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ്സൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റൗ എടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവാണ്. അത് എത്രത്തോളം പോസിബിളാണെന്ന് അറിയില്ല. എല്ലാവരും ലോങ് പോകുമ്പോൾ എടുക്കലുണ്ട്, ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പാത്രം, 2 കുക്കറും, ഒരു ചോറ് എടുത്തിടാനൊരു ഊറ്റാനിട്ട ഒരു പാത്രം, 2 കയ്യിലും, അത്രയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാം അതിൽ തന്നെ ചെയ്യാന്നുള്ള ഇതിലാണ്. 2 കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ചോറ് വെച്ച് ഒന്നിൽ കറി വെക്കാം. വലിയ സംഭവം ഒന്നും ആക്കിയില്ല. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിപ്പൊടി, അച്ചാറ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴിക്കുന്ന എന്തെങ്കിലും കണ്ട, അല്ല മീനോ എന്തെങ്കിലുമൊക്കെ കണ്ട, വെജൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. ബാവലി അതിർത്തിയാട്ടോ, ബാവലി പള്ളിയാട്ടോ, ഞങ്ങളെ മഹത്തായ പള്ളിയാണത്. ഇതിവിടെ ഒരു ചെക്ക് പോസ്റ്റാണ്. ബാവലി പള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ജാതി മതഭേദമിനെ എല്ലാവർക്കും വരാട്ടോ. നല്ല പള്ളിയത്. ചെക്ക് പോസ്റ്റ് കടന്ന് ലാസ്റ്റത്തെയാണ് കേരള അതിർത്തി. ഇതാ വണ്ടികൾക്ക് കിടക്കണുണ്ട്. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം വിടുള്ളൂ.
പാലം കിടക്കുന്നതോടുകൂടി കർണാടക എത്തി കേട്ടോ. അവരുടെ ചെക്ക് പോസ്റ്റാണ് ആ കാണുന്നത്, കർണാടക അതിർത്തി. ഇനി ഇവിടെ നമുക്ക് ഇച്ചിരി വണ്ടി നമ്പറൊക്കെ കൊടുത്ത് അവരുടെ ഇതൊക്കെ വാങ്ങിയാലേ നമുക്ക് അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. നാഗർകോള ടൈഗർ റിസർവ് ഈ വനത്തിൽ കൂടി കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി അതിൻ്റെ ടിക്കറ്റ് എടുക്കണം അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടി. 20 രൂപയുള്ളൂ ടിക്കറ്റിന്. അപ്പുറം അതിർത്തി വരെ നമുക്ക് ഒരു ടൈമും തരും. ആ ടൈമിനുള്ളിൽ നമ്മൾ എത്തണം. അതായത് വനത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, വനത്തിൽ നമ്മൾ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല. മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിൽ കൂടുതലും നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളതാ പോയിക്കൊണ്ടിരിക്കും. കർണാടകയാണ്, നമ്മൾ കേരള അതിർത്തി വിട്ടു. ഇതാ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ഇത് ഫുള്ള് കാടാട്ടോ. നല്ല ചൂട് സമയമാണ്. ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒന്നിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് നോക്കാം. സൈഡിൽ അവരുടെ ട്രൈബൽ ഏരിയ കേട്ടോ ഇത്. അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. അത് കണ്ട് അവരുടെ വീടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കുറേ ഉണ്ട് ചെറിയ ചെറിയ വീട് ഓരോ സൈഡിൽ. അതായത് ഇവിടെ ഉന്നതികളിൽ ഒരുപാട് വീടുകളുണ്ട്. കർണാടക റിസർവിൽ കണ്ട ഇവിടെ താമസിക്കുന്നവരാട്ടോ ഇവര്. എച്ച്.ഡി. കോട്ട മൈസൂർ 92 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് പോകാനുള്ളത്. മൈസൂർ എത്തിയിട്ടാണ് ബാംഗ്ലൂർ. കാടുകളിലൊന്നും കാണുന്നില്ല കണ്ടോ. ലോങ് റോഡാണ്. റോഡൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ കൃഷികളാട്ടോ. കർണാടകയിലോട്ട് കിടക്കുമ്പോഴുള്ള കൃഷികൾ സൈഡിൽ അവരിങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തിന്നാൻ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെള്ളം. മെയിൻ സ്ഥലമാണ് കേട്ടോ അവര് നന്നാക്കുന്നേ. അത് മതി. അവിടെ ഏറ്റവും അധികം പൊട്ടിക്കിടക്കണേ ഒന്നെന്താ അതുപോലത്തെ വീടായിരുന്നു. അങ്ങനത്തെ ഒരു കുഞ്ഞു വീട് വെറുതെ ഒന്നിനെയും കാണുന്നില്ല കേട്ടോ. ഒരു മൃഗത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ലക്ഷ്യതല്ല കേട്ടോ. നമ്മുടെ ലക്ഷ്യം സിക്കിമാണ്. അത് കാവൽമാടാണ്. അതാ അവരുടെ വിള നശിപ്പിക്കാണ്ടിരിക്കാൻ. ഇതൊക്കെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഉന്നതിയില്ല ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അല്ലാത്തവരും ഉണ്ട്. ഒരു കൊരങ്ങനെ കിട്ടി നമുക്ക്. അങ്ങനെ ആകെ കിട്ടിയതാണ്. വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പുറകെ പോകും. കാരണം ഇവർ ഈ വണ്ടിയിൽ നിന്ന് കർണാടകയിൽ നിന്ന് പച്ചക്കറിയൊക്കെ കൊണ്ടുവരും. ഇതിനിട്ട് കൊടുക്കും. അതുകൊണ്ട് ഇത് കാത്തിരിക്കുകയും ചെയ്യും. വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ പുറകെ ഓടും. കപ്പക്കാടല്ലേ അത്? ഞാനെന്തോ പറയാലോ. പ്രതിമ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവിടെ. ഫ്രണ്ടില് കാണിക്കും. ഇവിടെയും കഴിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട്. സീനാണ്. മാൻ കുഞ്ഞു കിടക്കണോ. ഇനി സൂമി കിട്ടി വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇല്ലല്ലോ. നന്ദിയും ആരും കൂടി മിക്സ്
അത് ഉപദ്രവിക്കൂല. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ടോ കാട് കഴിഞ്ഞു. കർണാടക വനം, നാഗർകോള ടൈഗർ റിസർവ് കഴിഞ്ഞു. എക്സിറ്റിൽ നമ്മൾ എത്താൻ പോണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സഫാരി വണ്ടിയുണ്ട്. സഫാരി വണ്ടിയാണ് കർണാടകയിലെ. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ പോകണമെങ്കിൽ. നമുക്ക് പെട്ടെന്ന് എന്നിട്ട് എടുക്കാൻ പറ്റില്ല. നേരത്തെ ഒന്ന് ബുക്ക് ചെയ്താൽ ഓൺലൈനിൽ ബുക്കിംഗ് ഉണ്ട്. എൻ്റാണ് കേട്ടോ കർണാടക. ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വിടും. ചെക്ക് ചെയ്യാനതല്ല, നമ്മൾ സമയം നോക്കും അവർ. അവിടെ നിന്ന് വന്ന സമയം കറക്റ്റാണെന്ന്. നാഗർകോള ടൈഗർ റിസർവ് ഇങ്ങനെ ഒരു ആനേനെ പ്രതിമയാണ് കേട്ടോ. ആനേന്റെ പ്രതിമയാണ്. ആനേനെ ഒന്നും നമ്മൾ കണ്ടില്ല. ചെറിയ ഗ്രാമമാണ് കേട്ടോ. കാട് കഴിഞ്ഞ പാടുള്ള ഗ്രാമമാണ്. കഴിഞ്ഞു. ഇതിനിപ്പോൾ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമായി. കാടുകളൊക്കെ കഴിഞ്ഞു. ഈ കടകളും വീടുകളും അങ്ങനെ നമ്മൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട് കഴിഞ്ഞ പാട് കർണാടകയിൽ. ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ. ഇനി അവിടെ കുറച്ച് അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. 3 മണി കഴിഞ്ഞു. ഫുഡ് ഇന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കാട്ടിക്കുളത്തുനിന്ന്. ചിക്കൻ എവിടെയെങ്കിലും ഒതുക്കുമായിരിക്കും. തോട്ടം കണ്ടോ. ഇവരുടെ കൃഷികൾ, പച്ചക്കറികൾ, തെങ്ങ്, വാഴ, ഒരുപാട് കൃഷികളുണ്ട് അവരിക്കുന്നുണ്ട്. ചോളമാണ് നിൽക്കുന്നത്. ഇത് നിറച്ച് ഈ സൈഡ് നിറച്ച് ചോളമാണ്. അതൊക്കെ പച്ചക്കറി കേട്ടോ, വെജ്. നല്ല രസമാണ് കാണാൻ ഇവരുടെ കൃഷികൾ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കൃഷിക്ക് നല്ലൊരു ശരിയാക്കി വെച്ചാണ്. ഗ്രാമമാണ്. സ്കൂളും ഉണ്ട് അവിടുത്തെ. അങ്ങനെയാണ് നമ്മളൊരു യാത്ര. നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. നമ്മളധികം ഇതൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പോകണമെന്നങ്ങ് വിചാരിക്കണത് ചിലപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ ഇത്. അത് ഒരുപാട് ദിവസം മുന്നേ ഒന്നുമല്ല. തീരുമാനിക്കും, പെട്ടെന്നങ്ങ് പോകും.
ഞങ്ങള് മൈസൂർ എത്തി കേട്ടോ. മൈസൂർ അങ്ങോട്ട് നേരെ പോയാൽ മൈസൂര്, ലെഫ്റ്റിലോട്ട് പോയാൽ ബാംഗ്ലൂർ. ടേണിങ് ഇതാണ് ടേണിങ്. ആ റോഡ് മൈസൂരാണേ. ഇങ്ങോട്ട് നമുക്കാണ് പോകേണ്ടത്. ഇങ്ങോട്ട് ലെഫ്റ്റ്. ബാംഗ്ലൂർ റിംഗ് റോഡ് എന്നാ അതിനെ പറയാ. റിംഗ് റോഡ്. ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കിടക്കേണ്ട. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ ഹൈവേ. മൈസൂർ ബാംഗ്ലൂർ 145 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. 6 വരി, ഇവിടെ 3 വരി, 6 വരി പാത. നമ്മൾ വേഗം എത്തും ബാംഗ്ലൂർ. എന്താണ് നമ്മൾ പുതിയ റൂട്ടിൽ കൂടി പോകണം അല്ലേ? ഫാസ്റ്റാഗ് വേണം. ഫാസ്റ്റാഗൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ അതിൽ ലോങ് പോകണല്ലേ. 2000 റുപ്പീസ് നമ്മൾ റീചാർജ് ചെയ്തു. ഫാസ്റ്റാഗ് ഇവിടെ 2. നമുക്ക് നാളെ പോകാനുണ്ട്. ചന്ദ്രനുണ്ട് ടൈല്. ചന്ദ്രനെ നമ്മൾ ആദ്യത്തെ ടോൾ എത്തി കേട്ടോ. ഫസ്റ്റ് ടോൾ ബാംഗ്ലൂർ. നമ്മളിപ്പോ പൂട്ടും. നമ്മളെ ക്യാമറ ശരിക്കും ഇത് നമ്മള് ബാംഗ്ലൂര് 2ാമത്തെ ടോളാട്ടോ വരുന്നത്. ആ 2ാമത്തെ ടോള്. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് ബ്ലോക്കൊക്കെ വരുന്ന റോഡാണ് മെയിൻ അല്ലേ ഇത്. ഇലക്ട്രോണിസിറ്റി ബാംഗ്ലൂർ റോഡ്. ഇലക്ട്രോണിസിറ്റി ബാംഗ്ലൂർ റോഡ്. നമ്മളെ സ്ഥലം എവിടെ വരുന്നു? പിന്നെ കുടിലു ഗേറ്റ്. അവിടെ വരെ നമുക്ക് 5 കിലോമീറ്റർ. ഫ്ലാറ്റിന് എത്തി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ യാത്രേൻ്റെ വിവരണം. അടുത്തത് നമ്മൾ അടുത്ത ഇതിലിടും കേട്ടോ.